PYQ സീരീസിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷിലെ ഒരു ചോദ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം, സുമിതാസ് പാരൻസ് ഡാഷ് വിസിറ്റഡ് താജ്മഹൽ. സുമിതാസ് പാരൻസ് ഡാഷ് വിസിറ്റഡ് താജ്മഹൽ. ഹാവ് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, ഹാസ്, ഈസ്, വാസ്. അപ്പോൾ നോക്കിയാണ് സുമിതാസ് പാരൻസ്. ഇപ്പോൾ പ്ലൂറൽ ആയതുകൊണ്ട് തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? പ്ലൂറലായിരിക്കണം. പാരൻസ് എന്നത് പ്ലൂറലാണ്, അതുകൊണ്ട് തുടർന്ന് വരുന്ന വെർബ് എന്തായിരിക്കണം? വെർബ് അല്ലെങ്കിൽ ഓക്സിലറി പ്ലൂറലായിരിക്കണം. നമുക്ക് തന്നിരിക്കുന്നതിൽ ഹാവ് പ്ലൂറലാണ്, ഹാസ് സിംഗുലാറാണ്, ഈസ് സിംഗുലാറാണ്, വാസ് സിംഗുലാറാണ്. അപ്പോൾ ഉത്തരം വരും ഹാവ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. ഹാസ്, ഹാവ്, ഹാഡ് കഴിഞ്ഞാൽ V3 ഉത്തരമായിരിക്കും. വിസിറ്റഡ് എന്നത് അവിടെ വെർബായിട്ടും വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഹെലൻ ഓഫ് ടോയി വാസ് കൺസിഡേർഡ് അസ് ദ ഡാഷ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ വേൾഡ്. ഹെലൻ ഓഫ് ടോയി വാസ് കൺസിഡേർഡ് അസ് ദ ഡാഷ് ബ്യൂട്ടിഫുൾ വുമൺ ഇൻ ദ വേൾഡ്. അപ്പോൾ നമുക്കറിയാം സൂപ്പർലേറ്റീവ് ഡിഗ്രിക്ക് മുന്നിൽ ദ എന്ന ആർട്ടിക്കിള് ചേർക്കുന്നു. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്നത് ഒരു പോസിറ്റീവ് ഡിഗ്രിയിലെ വാക്കാണ്. അതിനെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മോസ്റ്റ് ചേർത്തിട്ട് പറയണം. അപ്പോൾ നമുക്ക് ദാ കഴിഞ്ഞിട്ടാണ് ഡാഷ് കിടക്കുന്നതുകൊണ്ട് തുടർന്ന് വരുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയിരിക്കും. അങ്ങനെ എടുക്കാം. മോർ എന്നത് പറയുന്നത് സൂപ്പർലേറ്റീവ് അല്ല, വെരി എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് അല്ല, മോസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ആണ്, നൈസ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് അല്ല. അപ്പോൾ നമ്മൾ സൂചിപ്പിക്കുന്നത് മോസ്റ്റ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. കമ്പാരിറ്റീവ് ഡിഗ്രി ആണെങ്കിൽ ERൽ അവസാനിക്കുന്നതോ മോറിൽ തുടങ്ങുന്നതുമായിട്ടുള്ള വാക്കുകളായിരിക്കും കമ്പാരിറ്റീവ് ഡിഗ്രി. അപ്പോൾ ദാ കഴിഞ്ഞിട്ട് ഡാഷ് വന്നു കഴിഞ്ഞാൽ പോസിറ്റീവ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉത്തരമായിട്ട് എഴുതുന്നു. മൂന്നാമത്തെ ചോദ്യം, ഐ സോ എ മാൻ ഡാഷ് മാൻ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗേറ്റ്. അപ്പോൾ നമുക്കറിയാം ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ദ എന്നത് ഓപ്ഷനിലുണ്ട്, ആൻ എന്നത് ഓപ്ഷനിലുണ്ട്, എ എന്നത് ഓപ്ഷനിലുണ്ട്, വൺ എന്നത് ഓപ്ഷനിലുണ്ട്. നമുക്കറിയാം ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ദ എന്ന ആർട്ടിക്കിള് ഉപയോഗിക്കണം. അപ്പോൾ നമുക്ക് ഐ സോ എ മാൻ, ദ മാൻ വാസ് സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ ഗേറ്റ്. ഒരു കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് ദ എന്ന ഉത്തരം അവിടെ വരുന്നു. അടുത്ത ചോദ്യം, രഞ്ജു റോട്ട് എ ലെറ്റർ ടു യു. ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. രഞ്ജു റോട്ട് എ ലെറ്റർ ടു യു. ഇപ്പോൾ രഞ്ജു എന്നത് സബ്ജക്റ്റാണ്, നമുക്ക് ഹി എന്നെടുക്കാം. ഇനി ഓക്സിലറി നോക്കിയപ്പോൾ ഓക്സിലറി ഇല്ല, തന്നിരിക്കുന്ന വെർബ് സ്പ്ലിറ്റ് ചെയ്ത് ഓക്സിലറി കണ്ടെത്തണം. റോട്ട് എന്നതാണ് വെർബായിട്ട് വരുന്നത്. റോട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പം അതിനകത്ത് വരുന്ന ഓക്സിലറി ഡിഡ് ആണ്. സെൻറ്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡിഡിനോടൊപ്പം നോട്ട് ചേർത്ത് പറയുന്നു. അപ്പോൾ ഡിഡിൻ്റെ ഹി ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, സീനിയർ ഓഫീസേഴ്സ് റീച്ച്ഡ് ദ ആക്സിഡൻറ്റ് സ്പോട്ട് ടു ഡാഷ് ദ റെസ്ക്യൂ ഓപ്പറേഷൻസ്. ഇപ്പോൾ സീനിയർ ഓഫീസേഴ്സ് റീച്ച്ഡ് ദ ആക്സിഡൻറ്റ് സ്പോട്ട് ടു ഡാഷ് ദ റെസ്ക്യൂ ഓപ്പറേഷൻസ്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ടെൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ടെൻസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യവും അതുപോലെ തന്നെ നമുക്ക് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മുടെ ബെയർ ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് എന്ന ടോപ്പിക്കുമായിട്ടും കണക്ട് ചെയ്ത് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം ടു കഴിഞ്ഞിട്ട് വെർബിൻ്റെ V1 രൂപം ടു ഇൻഫിനിറ്റീവ് വരുന്ന ചോദ്യമാണ്, അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് വരുന്ന ചോദ്യമാണ്. ടു കഴിഞ്ഞിട്ട് ഡാഷ് വരുന്നതുകൊണ്ട് ടു സൂപ്പർവൈസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ ബെയർ ഇൻഫിനിറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ്സ് ആൻഡ് ബെയർ ഇൻഫിനിറ്റീവ്സ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതാണ്. ടു കഴിഞ്ഞിട്ട് വെർബിൻ്റെ V1 രൂപങ്ങൾ വരുന്നതിന് പറയുന്ന പേര് ടു ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് എന്ന് നമുക്ക് പറയാം. V1 രൂപങ്ങൾ മാത്രമാണ് ഉത്തരമായിട്ട് എഴുതണമെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറയാം. അടുത്ത ചോദ്യം, ഷീബ ഡാഷ് ദ ന്യൂസ് പേപ്പർ വെൻ ഹർ ഹസ്ബൻഡ് റിട്ടേൺഡ് ഫ്രം ഓഫീസ്. അപ്പം ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഷീബ ഡാഷ് ദ ന്യൂസ് പേപ്പർ വെൻ ഹർ ഹസ്ബൻഡ് റിട്ടേൺഡ് ഫ്രം ഓഫീസ്. അപ്പോൾ നമുക്ക് റിട്ടേൺഡ് എന്ന വെർബാണ് മറുഭാഗത്ത് വന്നിരിക്കുന്നത്. V2 ആണ്, സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിനോടൊപ്പം
നമുക്ക് രണ്ട് ടെൻസ് ചേർത്ത് പറയാം. ഹാസ് ഓർ ഹാവ് പ്ലസ് ഹാഡ് പ്ലസ് V3 വരാം, അല്ലെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് ING വരാം. ഹാഡ് പ്ലസ് V3 വരാം, അല്ലെങ്കിൽ വാസ് ഓർ വെയർ പ്ലസ് ING വരാം. അപ്പോൾ നമുക്ക് ഹാഡ് പ്ലസ് V3 ഓപ്ഷനിൽ ഇല്ല, വാസ് ഓർ വെയർ പ്ലസ് ING ഉത്തരമായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പം ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിനോടൊപ്പം ചേർത്ത് പറയുന്ന രണ്ട് ടെൻസുകളാണ് പാസ്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റും. അടുത്താണ് ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇഫ് യു ഹാഡ് ഇനഫ് മണി യു ഡാഷ് എ കാർ. അപ്പോൾ നമുക്കറിയാം ഹാഡ് വരുന്നത്, ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് വരുന്നതെങ്കിൽ ഇഫ് ക്ലോസിൻ്റെ രണ്ടാമത്തെ റൂൾ പ്രകാരം ഉത്തരം എഴുതണം. എങ്ങനെ? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഹാഡ് കഴിഞ്ഞിട്ട് നൗണാണ് വരുന്നതെങ്കിൽ ഇഫ് ക്ലോസിൻ്റെ രണ്ടാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതണം. ഇനി ഹാഡ് കഴിഞ്ഞിട്ട് വെർബാണ് വരുന്നതെങ്കിൽ ഇഫ് ക്ലോസിൻ്റെ മൂന്നാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം എഴുതാം. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3 ഉത്തരമായിട്ട് എഴുതാം. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നതിൽ ഹാഡ് കഴിഞ്ഞിട്ട് ഇനഫ് മണി എന്നാണ് തന്നിരിക്കുന്നത്. മണി എന്നത് ഒരു നൗണാണ്, അതുകൊണ്ട് രണ്ടാമത്തെ റൂള് എന്ത് ചെയ്യും? വുഡ്, കുഡ്, ഷുഡ്, അതേപോലെ എന്ത് ചെയ്യും? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. അപ്പോൾ നമുക്ക് കുഡ് വരുന്ന ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. കുഡ് പ്ലസ് V1 ഉത്തരമായിട്ട് വരുന്നു. കുഡ് ബൈ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നമ്മുടെ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ലൈറ്റ് ക്യാൻ പാസ് ഡാഷ് ഗ്ലാസ്. അപ്പോൾ ഒന്നിലൂടെ കടന്നു പോകുക എന്ന അർത്ഥത്തിൽ ത്രൂ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ത്രൂ ദി ഗ്ലാസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ദ ക്ലാസ് ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻറ്റ് ഡാഷ് ഹി വാസ് ലേറ്റ്. അപ്പോൾ നമുക്കറിയാം റിലേറ്റീവ് പ്രോനൗണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ദ ക്ലാസ് ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻറ്റ് ഡാഷ് ഹി വാസ് ലേറ്റ്. അപ്പോൾ നമുക്ക് പറയാം ആസ്ക് ദ സ്റ്റുഡൻറ്റ് വൈ ഹി വാസ് ലേറ്റ്. വൈ ആണ് എന്തുകൊണ്ട് എന്ന അർത്ഥത്തിൽ വൈ എന്ന ഉത്തരമായിട്ട് വരുന്നു. അടുത്തത് എ ബുക്ക് ഈസ് ഡാഷ് ടു സ്മിത ബൈ ഹെർ അങ്കിൾ. നോക്ക്, ബൈ ഹെർ അങ്കിൾ എന്നത് സെൻറ്റൻസിൻ്റെ അവസാന ഭാഗത്ത് വന്നിരിക്കുന്നതുകൊണ്ട് പാസീവ് വോയിസിനെ സൂചിപ്പിക്കുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും. നമുക്കറിയാം പാസീവ് വോയിസിൽ വെർബ് എപ്പോഴും എന്തായിരിക്കണം? V3 ആയിരിക്കണം. പാസീവ് വോയിസിൽ വെർബ് എപ്പോഴും എന്തായിരിക്കണം? V3 ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈസ് പ്രസൻറ്റഡ് എന്നത് ഉത്തരമായിട്ട് വരുന്നു. ഈസ് പ്രസൻറ്റഡ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം, സ്മിത ഹാസ് ഗോട്ട് ഡാഷ് ഏക്ക്. ഡാഷ് ഏക്ക്. അപ്പോൾ നമുക്ക് ടീത്ത്, ടൂത്ത്, ടീത്ത്സ്, ടൂത്ത്സ് എന്നത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൂത്ത് ഏക്കാണ് ഉത്തരമായിട്ട് വരുന്നത്. എന്ത് ചെയ്യും? പ്ലൂറൽ ഫോമായിട്ടുള്ള ടൂത്ത് ഏക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ഡാഷ് ഡ്രൈവിംഗ് മേ കോസ് ആക്സിഡൻറ്റ്സ്. ഡാഷ് ഡ്രൈവിംഗ് മേ കോസ് ആക്സിഡൻറ്റ്. ഇപ്പോൾ ഡ്രിങ്കിങ് ഓപ്ഷനിലുണ്ട്, കെയർലെസ് ഓപ്ഷനിലുണ്ട്, കെയർഫുള്ളുണ്ട്, കാറിങ്ങും ഉണ്ട്. നമുക്ക് ഉത്തരമായിട്ട് കെയർലെസ് ആണ് വരുന്നത്. കെയർലെസ് ഡ്രൈവിംഗ് മേ കോസസ് ആക്സിഡൻറ്റ്. അടുത്ത ചോദ്യം സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. ഷിവർ എന്നതിൻ്റെ സിനോണിം. ഷിവർ എന്നാൽ വിറയ്ക്കുക എന്നർത്ഥത്തിലാണ്. അപ്പോൾ ട്രെമ്പിളാണ് ഉത്തരമായിട്ട് വരുന്നത്. ട്രെമ്പിൾ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം കോമ്പൗണ്ട് വേർഡ് എന്നാണ്. കോമ്പൗണ്ട് വേർഡ് എന്നാൽ രണ്ട് വ്യത്യസ്ത അർത്ഥം തരുന്ന വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരു വാക്കുണ്ടാക്കിയാൽ അതിന് പറയുന്ന പേര് കോമ്പൗണ്ട് വേർഡ്. രണ്ട് പൂർണ്ണ അർത്ഥമുള്ള വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരു അർത്ഥം ഉണ്ടാക്കുന്ന വാക്കുണ്ടാക്കിയാൽ കോമ്പൗണ്ട് വേർഡ്. നമുക്ക് ലാപ്ടോപ്പ്, ലാപ്പ്, ടോപ്പ് രണ്ട് വ്യത്യസ്തമായ വാക്കുകൾ വരുന്നതാണ്. ബുക്സ് ഒരു വാക്കേ ഉള്ളൂ. അത് വാർഡൻ എന്നത് ഒരു വാക്കേ ഉള്ളൂ. ഗാർഡനിങ് എന്നത് ഒരു വാക്കേ ഉള്ളൂ. അപ്പോൾ ലാപ്ടോപ്പാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം അന്റോണിമാണ് ചോദിച്ചിരിക്കുന്നത്. എതിർപദമാണ് ചോദിച്ചിരിക്കുന്നത്. ക്രൗഡഡ് എന്നതിൻ്റെ അന്റോണിം ഏതെന്നാണ്. ക്രൗഡ് മീൻസ് ആൾക്കൂട്ടം എന്നാണ്. അപ്പോൾ ക്രൗഡറിൻ്റെ നമ്മുടെ അന്റോണിം ഏതെന്ന് ചോദിച്ചാൽ ഡിസേർട്ടഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഓപ്ഷൻ ഡെസേർട്ടഡ് ഉത്തരമായിട്ട് വരുന്നു. അടുത്തത് ലീന ഡാഷ് ന്യൂ ഐഡിയ എബൌട്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ. ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ലീന ഡാഷ് ന്യൂ ഐഡിയാസ് എബൌട്ട് ന്യൂ ഇയർ സെലിബ്രേഷൻ. ഇപ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ലീന കുറച്ച് ഐഡിയാസ് മുന്നോട്ട് വെച്ചു. അപ്പോൾ പുട്ട് ഫോർവേഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. പുട്ട് ഫോർവേഡ് ആണ്
മുന്നോട്ട് വയ്ക്കുക എന്നർത്ഥത്തിൽ പുട്ട് ഫോർവേഡ് ആണ് ഉത്തരം വരുന്നത്. പുട്ട് ഫോർവേഡ് മീൻസ് സജസ്റ്റ് ചെയ്യുക, മുന്നോട്ട് വയ്ക്കുക എന്നർത്ഥത്തിലാണ്. പുട്ട് ഓഫ് മീൻസ് ക്യാൻസൽ ചെയ്യുക എന്നാണ്. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ ജേണി എന്നാണ്. ടേൺ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക എന്നർത്ഥത്തിലാണ് പറയുന്നത്. അടുത്തത് രമ സ്റ്റാൻസ് ഡാഷ് ദ ബെഡ് ഓഫ് ഹെർ മദർ. അപ്പോൾ സ്റ്റാൻസ് ഡാഷ് അടുത്ത് അല്ലെങ്കിൽ സമീപത്ത് എന്നർത്ഥത്തിൽ ബിസൈഡ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബിസൈഡ് മീൻസ് ബെഡിൻ്റെ അടുത്തായിട്ട്, സമീപത്ത്. ബിസൈഡ്സ് എന്നാൽ കൂടാതെ എന്നർത്ഥത്തിലാണ് പറയുന്നത്. ബിസൈഡ്സ് കൂടാതെ, ബിസൈഡ് സമീപത്ത്. അടുത്ത ചോദ്യം, ഡച്ച് കറേജ് ഇഡിയോമായി ബന്ധപ്പെട്ടതാണ്. ഡച്ച് കറേജ് മീൻസ് ഡാഷ്. ഡച്ച് കറേജ് എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഡ്രങ്കൻ കറേജിനെയാണ് ഡച്ച് കറേജ് എന്ന് പറഞ്ഞ് കുടിച്ചുകൊണ്ട് കാണിക്കുന്ന ധൈര്യം. അങ്ങനെയാണെങ്കിൽ ഏത് ഉത്തരം വരും? എന്ത് ചെയ്യുന്നു? ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ലിക്കർ കുടിച്ചിട്ട് കാണിക്കുന്ന ധൈര്യത്തെ നമ്മൾ പറയുന്ന പേരാണ് ഡച്ച് കറേജ് എന്ന് പറയുന്നത്. ഫാൾസ് കറേജ് അക്വയർഡ് ബൈ ദി ഡ്രിങ്കിങ് ലിക്കർ. എന്ത് ചെയ്യുന്നൂടെ? അതൊരു യഥാർത്ഥ ധൈര്യമായിരിക്കില്ല, കുടിച്ചിട്ട് കാണിക്കുന്ന ധൈര്യത്തിന് പറയുന്ന പേര് ഡച്ച് കറേജ് എന്നത്. അടുത്ത, എ പേഴ്സൺ ഹു ബിലീവ്സ് ദാറ്റ് വേസ്റ്റ് വിൽ ഹാപ്പൻ. മോശമായ കാര്യങ്ങൾ സംഭവിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർക്ക് പറയുന്ന പേരെന്താണ്? വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്കറിയാം പെസിമിസ്റ്റ് എന്നത് ഉത്തരമായിട്ട് വരുന്നു. പെസിമിസ്റ്റ് എന്നാൽ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നു. ഓപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന, നല്ലത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. എത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി. വില്ലൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടനായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമുക്ക് പെസിമിസ്റ്റ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്റ്റിമിസ്റ്റ് ശുഭാപ്തി വിശ്വാസമുള്ള ആൾക്കാർ. വൺ ഹു തിങ്ക് പോസിറ്റീവ്ലി ഓപ്റ്റിമിസ്റ്റ്, വൺ ഹു തിങ്ക് നെഗറ്റീവ്ലി പെസിമിസ്റ്റ്. അടുത്തത് മലയാളം. എന്ത് ചെയ്യുന്നോടെ? താഴെ തന്നിരിക്കുന്ന പ്രൊവർബിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഏതെന്നാണ്? ഇഫ് ദേർ ഈസ് എ വില്ല് ദേർ ഈസ് എ വേ. ഇഫ് ദേർ ഈസ് എ വില്ല് ദേർ ഈസ് എ വേ. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഉത്തരം വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്.